അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഏകലോകമോ തരികൾ ഒരു സുഖവും മനഃശാന്തിയതോ, ഏകലോകമോ തരികൾ ഒരു സുഖവും മനഃശാന്തിയതോ. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളിൽ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ തിരുവചന പഠനം അത് ഇന്ന് രാവിലെ ആരംഭിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കി. കർത്തദാസൻ ജോയിറ്റി മാത്യുവിൻ്റെ സാന്നിധ്യത്തിൽ ദേവദാസനിലൂടെ കർത്താവിൻ്റെ വിലയേറിയ ചിന്തകൾ ഞങ്ങൾക്ക് ദാനം ചെയ്യുവാനായിട്ട് അവിടുന്ന് ഇടയായി. ഞങ്ങൾ കേട്ടതുപോലെ യോബിൻ്റെ സഹിഷ്ണുതയുള്ള ജീവിതം അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തൊക്കവണ്ണം കർത്താവിൽ നിന്ന് ഏറിയ കൃപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ വിധത്തിൽ കർത്താവിനോട് ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്നും ഒരു വലിയ വ്യത്യാസം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. യോബിനെക്കുറിച്ച് ഞങ്ങൾ വായിക്കുന്നത്, യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടുവന്നവനും ദൈവഭക്തനുമായ മനുഷ്യൻ വേറെ ആരുള്ളൂ. എന്നാൽ അനേക പരീക്ഷണങ്ങളിലൂടെ കർത്താവിൻ്റെ വലിയ മഹത്വം ദർശിപ്പാനായിട്ട് ഇടയായ യോബിൻ്റെ ജീവിതം അത് സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നതായി തീരുവാനായിട്ടിടയായി. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഈ വചന പഠനം ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഒരു മടങ്ങിവരവിൻ്റെ ആവശ്യം ഞങ്ങളായി തീരുവാനായിട്ട് അവിടുന്ന് പ്രവർത്തിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തിൽ നിന്നും ഞങ്ങൾക്ക് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ആ സെക്ഷനിലേക്ക് കടക്കുവാനായിട്ട് ദൈവം അനുവദിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായ ആത്മീയ വചനം ദേവദാസിലൂടെ അവിടുന്ന് കൊടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളിലേക്ക് പ്രകാശനം ചെയ്യുവാൻ ദൈവാത്മാവിലൂടെ കർത്താവ് ആവശ്യമായ കൃപ നൽകി അവിടുന്ന് സഹായിക്കണം. ആദ്യോടന്തം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കണം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വീണ്ടും വായിക്കാം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു.
ഇയ്യോബിൻ്റെ ആത്മീയ സമ്പാദ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഇയ്യോബിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് നാം കാണുന്നത് ഈ മനുഷ്യൻ്റെ ആത്മീക സമ്പാദ്യമാണ്. അതിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് അവൻ നിഷ്കളങ്കനായിരുന്നു. അവൻ ഹി വാസ് ബ്ലെയിംലെസ്. ഞാൻ വായിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഹി വാസ് ബ്ലെയിംലെസ്, അല്ലെങ്കിൽ ഒരു ആരോപണരഹിതനായിരുന്നു, കുറ്റാരോപണരഹിതനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലെയിംലെസ്. ചില ഭാഷാന്തരങ്ങളിൽ പെർഫെക്റ്റ് എന്നെഴുതിയിട്ടുണ്ട്, ചില സ്ഥലത്ത് ഇന്നസെൻ്റ് എന്നെഴുതിയിട്ടുണ്ട്. ഹി വാസ് എ ട്രൂ മാൻ. അവൻ ബ്ലെയിംലെസ് ആയിരുന്നു. ഹി വാസ് നോട്ട് സിൻലെസ്, ബട്ട് ഹി വാസ് ബ്ലെയിംലെസ്. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ആരും ഒരിക്കലും സിൻലെസ് ആകുകയില്ല, പക്ഷെ നമുക്ക് ബ്ലെയിംലെസ് ആയി ജീവിക്കാം, കുറ്റമില്ലാത്തവരായി ജീവിക്കാം. പാപമില്ലാത്തവരായി ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കുറ്റമില്ലാത്തവരായി ജീവിക്കാം. അത് രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഒരു സൈനാണ്, ചിഹ്നമാണ്. കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യൻ കുറ്റം ആരോപിക്കാത്തവൻ എന്ന് അതിൻ്റെ അർത്ഥമില്ല. കാരണം ഈ 3-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ ഈ സ്നേഹിതന്മാരൊക്കെ വന്നിട്ട് ഇയ്യോബിൻ്റെ മേൽ കുറ്റം ആരോപിച്ചു. അതൊന്നും കള്ള സാക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ കള്ള ആരോപണമായിരുന്നു. അതിനകത്ത് സത്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറ്റമില്ലാത്തവൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ഒരിക്കലും പാപം ചെയ്തില്ലെന്നാണോ? ഒരിക്കലും അല്ല. പാപം ചെയ്തെങ്കിൽ പിന്നെ ആരോപണം വരണം. പക്ഷേ ഇദ്ദേഹം ആരോപണരഹിതനായ ഒരു മനുഷ്യനായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇയ്യോബ് ഒരിക്കലും പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. നാം എത്ര സൂക്ഷിച്ചാലും പാപം സംഭവിക്കും, അല്ലേ? യോഹന്നാൻ പറയുന്നത് നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ഭോഷ്ക് പറയുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരുമില്ല. ലോകത്തിലെ ഏറ്റവും ഭക്തനെന്ന് നമ്മൾ ആരെക്കുറിച്ചെങ്കിലും പറയുന്നുവെങ്കിൽ ആ മനുഷ്യനും ഇങ്ങനെ ഒരിക്കലും പറയാൻ സാധ്യമല്ല. എങ്ങനെ? എന്നിൽ പാപമില്ല. അങ്ങനെ ആർക്കും പറയാൻ സാധ്യമല്ല. അങ്ങനെ പറയുന്ന മനുഷ്യൻ തന്നെത്താൻ വഞ്ചിക്കുകയാണ്. ഞാൻ പാപം ചെയ്തിട്ടില്ല, അങ്ങനെയും ആർക്കും പറയാൻ സാധ്യമല്ല. വിശ്വാസിയിൽ പാപം സംഭവിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടുത്തെ പ്രത്യേകത ഈ മനുഷ്യൻ്റെ ഇപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരപ്പൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. മക്കൾ ഓരോരുത്തൻ അവരവരുടെ ആൺമക്കൾ വീടുകളിൽ കൂടി വരുന്ന ഒരു ദിവസം 10 പേരും കൂടും. 7 ആൺമക്കളും 3 പെൺമക്കളും കൂടും. അവരെന്തിനാ കൂടുന്നതെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ വിരുന്ന് കഴിക്കാനായിട്ടാണ് കൂടുന്നത്. അത് തെറ്റല്ല. പക്ഷേ ഇങ്ങനെ വിരുന്നിൻ്റെ ആ സമയം കഴിയുമ്പോൾ അപ്പൻ്റെ മനസ്സിൽ വലിയൊരു ആകുല ചിന്തയാണ്. എന്താ ആകുല ചിന്ത? ഇവർ എങ്ങനെയെങ്കിലും പാപം ചെയ്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ പിതാവിൻ്റെ മനസ്സിലൊരു ആകുല ചിന്ത. അപ്പൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇദ്ദേഹം ഹൈലി സെൻസിറ്റീവാണ്. ഹൈലി സെൻസിറ്റീവ്. എന്ത് വിഷയത്തിൽ? പാപത്തോടുള്ള വിഷയത്തിൽ. അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്, എൻ്റെ മക്കൾ പാപം ചെയ്താൽ ആ പാപത്തിന് പരിഹാരം വരാതെ മക്കൾ ഒരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് അവരെ ആളയച്ച് വരുത്തിയിട്ട് അവരുടെ എണ്ണത്തിനൊത്തവണ്ണം ഹോമയാഗം കഴിച്ചിട്ട് അവർ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തും. മക്കളെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ തന്നെക്കുറിച്ച് എത്ര അധികമായിരിക്കും? എൻ്റെ മക്കൾ പാപം ചെയ്യുകയില്ല, അങ്ങനെ ഇയ്യോബ് ഒരിക്കലും ചിന്തിക്കില്ല.
നമ്മളൊക്കെ ചിന്തിക്കുമായിരിക്കും, എൻ്റെ മോനെ പോലെ വിശുദ്ധൻ വേറെ ആരുമില്ലെന്ന് നമ്മൾ ചിലപ്പോൾ പറയും. എൻ്റെ മോനോ, അവനങ്ങനൊന്നും ചെയ്യത്തില്ല. എൻ്റെ മോളോ, അവളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. നമ്മളെ പറയും. ഇയ്യോബ് പറയില്ല അങ്ങനെ. ഇയ്യോബ് പറയില്ല. നമ്മളും ഇയ്യോബും തമ്മിലുള്ള വ്യത്യാസം അതാ. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യും. എത്ര പാപം ചെയ്താലും നമ്മുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി പറയുന്നവനെതിരെ നമ്മൾ കയർക്കും. എൻ്റെ മക്കളെക്കുറിച്ച് നിനക്ക് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? എൻ്റെ മക്കളെങ്ങനെ ചെയ്യുകയില്ല. ഇയ്യോബ് പറയും, എൻ്റെ മക്കൾക്കും പാപം സംഭവിക്കാം. അവർ സിനിമ കാണാനൊന്നും പോയതല്ല, അവർ കള്ളു കുടിക്കാനും പോയതല്ല. അവർ ഏതോ ഒരു സഹോദരൻ്റെ വീട്ടിൽ മക്കളെല്ലാവരും, സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ച് കൂടി അവരവിടെ ചീട്ടുകളിയും വെറുക്കൂത്തും ഒന്നുമില്ല. അവരവിടെ ആഹാരം കഴിക്കാനായിട്ട് ഒരുമിച്ച് കൂടുകയാണ്. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും അവരിൽ പാപം സംഭവിക്കാം. കാരണം എൻ്റെ മക്കളുടെ അകത്ത് പാപ സ്വഭാവമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതൊരു രക്ഷിക്കപ്പെട്ട ഒരുത്തന് മാത്രമേ ആ വിചാരം ഉണ്ടാകുകയുള്ളൂ. അതൊരു ലക്ഷണമാണ്. ദൈവത്തെ ത്യജിച്ച് കാണുമോ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും സംഭവിച്ച് കാണുമോ എന്നുള്ളൊരു ഭയം. ഈ 10 മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പം നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാം. നമുക്ക് 10 മക്കളൊന്നും ഇല്ല. പക്ഷേ മക്കൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വലിയ വ്യത്യാസം സംഭവിക്കും. എന്താണെന്നറിയാമോ? മക്കൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിവാഹത്തിന് മുമ്പോ മക്കളുണ്ടാകുന്നതിന് മുമ്പോ ഉണ്ടായിരുന്ന നമ്മുടെ ഒത്തിരി കൺവിക്ഷൻസ് ഫെയ്ഡായിക്കൊണ്ടിരിക്കും, മങ്ങിക്കൊണ്ടിരിക്കും. മക്കളുണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന മുറുകെ പിടിച്ചിരുന്ന ഉപദേശങ്ങൾ അതൊക്കെ പതിയെ പതിയെ വിട്ടുകളയും. കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. മക്കൾ പാപം ചെയ്താൽ പിന്നെ ആ പാപത്തെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റൂ. മക്കൾ പാപം ചെയ്താൽ ആ പാപത്തെ സംരക്ഷിച്ചല്ലേ പറ്റൂ. സംരക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപദേശത്തിൽ അയവ് വരുത്തണം. നേരത്തെ പിടിച്ചിരുന്ന പ്രമാണങ്ങൾ അതൊക്കെ പോയി. അത് 20 വർഷം മുമ്പായിരുന്നു, 30 വർഷം മുമ്പായിരുന്നു. ഇപ്പോൾ മക്കളുമായി, കൊച്ചുമക്കളുമായി, അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ കണ്ണടക്കേണ്ടി വരുന്നു. പ്രമാണങ്ങളൊക്കെ പതിയെ പതിയെ ചേഞ്ചായി, കൺവിക്ഷൻസ് ചേഞ്ചായി. ഒരു ദേവദാസൻ പറഞ്ഞത്, ഒരു പക്ഷേ പൗലോസ് അതുകൊണ്ടായിരിക്കാം വിവാഹം കഴിക്കാതിരുന്നതെന്ന് ഒരാൾ പറഞ്ഞു. തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം. നമ്മുടെ ഒരു വലിയ ട്രാപ്പാണിത്. നമ്മുടെ രക്തബന്ധങ്ങൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും, അവരെ പൊതിയാൻ ശ്രമിക്കും, അവരെ സംരക്ഷിക്കാനുള്ള വചനങ്ങൾ കണ്ടെത്താനായിട്ട് നാം പുസ്തകത്തിൽ പരിശോധിക്കും. കാരണം എൻ്റെ രക്തമാണ്, എൻ്റെ രക്തം എനിക്ക് ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. ഈ ഭക്തൻ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ മക്കൾക്ക് പാപം സംഭവിക്കാം, അവരും പാപ സ്വഭാവമുള്ള മക്കളാ, യൗവനക്കാരാ. അവർ മദ്യപിച്ചൊന്നുമില്ല, മദ്യപാനമൊന്നുമല്ല. പക്ഷേ ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിക്കാൻ സാധ്യത. വായ കൊണ്ടല്ല, പ്രവർത്തനങ്ങൾ കൊണ്ടുമല്ല, ഹൃദയം കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ ദൈവദൂതന്മാരല്ല.
അങ്ങനെ ഒരു ആകുല ചിന്ത. ആരും തെളിവൊന്നും പറഞ്ഞിട്ടില്ല. സഹോദരൻ്റെ മക്കളാണ്ട് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല. ഇയ്യോബിൻ്റെ അടുക്കൽ ഒരു തെളിവുമില്ല, ആരും വന്ന് ഒരു കുറ്റവും പറഞ്ഞില്ല. ഈ അപ്പന് തന്നെത്താനെ തോന്നുകയാ. അപ്പൻ അത്രയ്ക്ക് സെൻസിറ്റീവാ. മക്കളെക്കുറിച്ച് അത്രമാത്രം സെൻസിറ്റീവ് ആണെങ്കിൽ തന്നെക്കുറിച്ച് എത്ര അധികം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് ഇയ്യോബ് തിരിച്ചറിയുമ്പോൾ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം നമ്മെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യനാണ് ഇയ്യോബ്. നമ്മെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ചില വാക്കുകളൊക്കെ വന്നു, അല്ലെ? വരാൻ പാടില്ലാത്ത ജന്മദിവസത്തെ ശപിച്ചു. 3-ാം അധ്യായം അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇയ്യോബ് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ശപിക്കാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. അപ്പൊ ശപിച്ചത് ഒരു തെളിവാ. എന്ത് തെളിവാ? അദ്ദേഹം നമ്മെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, പാപം സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ തിരിച്ചറിഞ്ഞിട്ട് ഉടനടി അനുതപിച്ച് പശ്ചാത്തപിച്ച് ആ പാപത്തെ വിട്ടുകളയുന്ന ഒരു സ്വഭാവം ഇയ്യോബിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുത്തൻ നിഷ്കളങ്കനാകുന്നത്, അല്ലെങ്കിൽ ബ്ലെയിംലെസ് ആകുന്നത്. യു ക്യാൻ ബി ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ, തുണിയിൽ അഴുക്ക് പുരളുമ്പോൾ, അല്ലേ? അഴുക്ക് പുരളുമ്പോൾ നാം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ എന്ത് ചെയ്യും? അവൻ നമ്മോട് സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കും. 2 കാര്യങ്ങൾ അവൻ ചെയ്യും. 1, ക്ഷമിക്കും. 2, ഹി വിൽ ക്ലെൻസ്, അവൻ ശുദ്ധീകരിക്കും. ഈ തുണിയുണ്ടല്ലോ, അവൻ കഴുകി നല്ല വൃത്തിയാക്കി പുതുതായിട്ട് തരും. യു ക്യാൻ ബി ബ്ലെയിംലെസ്. പാപം ചെയ്തപ്പോൾ ഇവിടെ ഒരു കറ സംഭവിച്ചു. ഞാൻ ആ കറയുമായിട്ട് അവൻ്റെ അടുക്കൽ ചെല്ലുക, കർത്താവേ, വീഴ്ച സംഭവിച്ചു പോയി, ഒരു കറ വന്നു പോയി. അനുതപിച്ചു, ഏറ്റു പറഞ്ഞു. കർത്താവ് ക്ഷമിച്ചു. അവൻ ക്ഷമിക്കുക മാത്രമല്ല, അവനിത് ശുദ്ധീകരിക്കും. ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കറ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കറ അവിടെ കാണില്ല. യു ക്യാൻ ബി ബ്ലെയിംലെസ്. അത് ഈ പത്രോസ് ലേഖനം എഴുതുമ്പോൾ, 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത്, ആ വാക്യം ഒന്ന് വായിക്കാം. അവിടെ അതേ വാക്ക് പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് എൻ്റെ വരവിൻ്റെ താമസത്തെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. അനേകർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ അവൻ താമസിക്കുന്നില്ല. എന്നിട്ട് അല്ലെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല, ഇന്ന് എന്തുകൊണ്ട് വന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുക. അതിൻ്റെ 14-ാമത്തെ വാക്യം നോക്കുക. 14 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. Be diligent to be found by him in peace, spotless and blameless. കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി നിങ്ങളെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. അവൻ്റെ ദീർഘക്ഷമ എന്താ? അവൻ്റെ ദീർഘക്ഷമ, അതിൻ്റെ മുമ്പിലുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത് ദീർഘക്ഷമ എന്താണെന്ന് പത്രോസ് പറയുക. 9-ാം വാക്യം, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, പത്രോസ് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇന്നലെ വരാഞ്ഞത്? എന്തുകൊണ്ട് ഇന്നലെ വരാഞ്ഞത്? ദീർഘക്ഷമയാ. അനേകർ മാനസാന്തരപ്പെടണം എന്നവൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വിശ്വാസികളോട് പറയുക 14-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ഈ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏകദേശ അർത്ഥം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാ. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് അവൻ കുറച്ചുകൂടെ സമയം തന്നിരിക്കുക. എന്തിനു വേണ്ടിയാ?
ടു ബിക്കം ബ്ലെയിംലെസ്. ബ്ലെയിംലെസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലെയിംലെസ് ആകണമെങ്കിൽ ഇഫ് വി കൺഫസ് അവർ സിൻസ്, നാം നമ്മുടെ പാപങ്ങളെ, നാം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എഴുതുന്ന യോഹന്നാൻ തന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുക. പ്രായമുള്ള യോഹന്നാൻ, വൃദ്ധനായ യോഹന്നാൻ തന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുക, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തുക. ഞാനൊരു വൃദ്ധനാ, പക്ഷെ എനിക്കും പാപം സംഭവിക്കാം. ഞാൻ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നതാ. എൻ്റെ ജീവിതത്തിൽ ദീർഘവർഷത്തെ അനുഭവമുണ്ട്. ഞാൻ അനേക സഭകളിലെ ശുശ്രൂഷകനായിട്ടിരുന്നയാളാ. ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്കും പാപം സംഭവിക്കാം. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അങ്ങനെയാ ബ്ലെയിംലെസ് ആകുന്നത്. അങ്ങനൊരു സ്വഭാവം, ഒരു ടെൻഡൻസി, ഒരു ആഗ്രഹം, അത് രക്ഷിക്കപ്പെട്ട ഒരാളുടെ ലക്ഷണമാണ്. പാപം സംഭവിക്കുമ്പോൾ രാത്രി പോയി സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നെങ്കിൽ, ഒരാളെ 2 ചീത്ത പറഞ്ഞു, ചീത്ത ഞാൻ ഉദ്ദേശിക്കുന്നത് അപശബ്ദം, ചീത്തയായ വാക്കുകൾ ഒരാൾക്കെതിരായിട്ട് ഉപയോഗിച്ചു, അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, അങ്ങനെ സംഭവിച്ചിട്ടും രാത്രിയിൽ നിദ്രയ്ക്ക് ഭംഗം വരുന്നില്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമുണ്ട്. എങ്ങനെയുള്ള ഹൃദയമാ? കല്ലാണോ? കുത്തലുണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? കുത്തണ്ടേ? വേദന തോന്നണ്ടേ? ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് വേദനയുള്ള ഹൃദയമാണ്. വേദനിക്കുന്ന ഹൃദയം. എന്ത് പാപം ചെയ്താലും ഹൃദയം വേദനിക്കുന്നില്ല. നഷ്ടബോധമുണ്ടാകുന്നില്ല. സഭായോഗങ്ങൾക്ക് വരാതിരിക്കാൻ ഇടയായി തീർന്നാൽ, ഒരു ദിവസം വേദപുസ്തകം വായിക്കാൻ സാധിക്കാതിരുന്നാൽ, നഷ്ടബോധം തോന്നാത്ത നിലയിൽ ഹൃദയം കല്ലിച്ചുപോയി. പാപം ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറക്കം ലഭിക്കുന്നു. ഈ മനുഷ്യന് ഉറക്കം ലഭിക്കുകയില്ല. ഈ മനുഷ്യന് ഉറക്കം ലഭിക്കുകയില്ല. ആ മനുഷ്യനറിയാം, ഒരു ഭയങ്കര കാര്യം സംഭവിച്ചു, അതിന് പരിഹാരമുണ്ടാകാത്തിടത്തോളം കാലം ഉറങ്ങാൻ പാടില്ല. അതാ നഷ്ടപ്പെട്ടത്. ഒരു കരച്ചിൽ. അദ്ദേഹം 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഐ ഹേറ്റ് മൈസെൽഫ്. ഇയ്യോബേ, നീ എന്തിനാ നിന്നെ തന്നെ വെറുക്കുന്നത്? നീ കള്ളു കുടിച്ചോ? നീ ചീത്ത പറഞ്ഞോ? നീ മോഷ്ടിച്ചോ? നീ വ്യഭിചരിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല. ഇയ്യോ പറയും, എൻ്റെ വായിൽ നിന്ന് ചില തെറ്റായിട്ടുള്ള വാക്കുകൾ വന്നുപോയി, ഞാൻ വിവേകമില്ലാതെ സംസാരിച്ചു പോയി, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. വായിൽ നിന്ന് വന്ന ചില തെറ്റായിട്ടുള്ള വാക്കുകൾ നിമിത്തം ആ മനുഷ്യൻ തന്നെത്താനെ വെറുക്കുന്നു. ഞാൻ രട്ടിലും വെണ്ടീരിലും ഇരിക്കുന്നു, ചാരത്തിലിരിക്കുന്നു. ബ്ലെയിംലെസ് ആകാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, റിപ്പൻറ്റൻസ്. There is only one way to become blameless. Repentance. പശ്ചാത്താപം, മാനസാന്തരം. അതാ നമുക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ ഹോശേയുടെ പ്രവചനം വായിക്കുമ്പം അവിടെ ദൈവം പറയുക, ഇസ്രായേലേ, എനിക്ക് നിനക്കെതിരായിട്ടൊരു കേസുണ്ട്. ഐ ഹാവ് എ കേസ് അഗൈൻസ്റ്റ് യു. എന്നിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എഫ്രൈം എന്താ പറയുന്നതെന്ന് ഹോശേയ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ എഫ്രൈം പറയുന്നത്, എന്നിൽ അകൃത്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല, എൻ്റെ പ്രവൃത്തിയിൽ പാപമായതൊന്നുമില്ല, ഐ ആം ഓൾ റൈറ്റ്. അങ്ങനെ ഒരു ധാരണ ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പശ്ചാത്താപം ഉണ്ടാകില്ല. യേശുക്രിസ്തു പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉപമയുണ്ട്. നമ്മൾ മുടിയൻ പുത്രൻ്റെ ഉപമയെന്ന് പറയും.
പക്ഷെ നമ്മളതിനെ തെറ്റിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളതിനെ തെറ്റിച്ചാണ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഫോക്കസ് എപ്പോഴും ഈ രണ്ടാമത്തെ പുത്രൻ്റെ മേലാ. കർത്താവ് രണ്ടാമത്തെ പുത്രനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. കർത്താവിൻ്റെ ഫോക്കസ് ആദ്യത്തെ പുത്രനാ, ഒന്നാമത്തവൻ. ഒന്നാമത്തവൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ആ ഉപമ പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? പരീശന്മാരും ശാസ്ത്രിമാരും വന്നിട്ട് പറയാ, ഇവൻ പാപികളോടുകൂടെ ഭക്ഷിക്കുന്നു, ഇവൻ പാപികളോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ആരാ? നീ വിശുദ്ധനാണോ? എന്നിട്ടാ കർത്താവ് ഈ ഉപമ പറയുന്നത്. ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ സമ്പാദിച്ച് വെളിയിൽ പോയി, പക്ഷെ അവനൊരു ഗുണമുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം ചെലവഴിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു. അവൻ പറഞ്ഞു, ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് പോകും. അവന് മാനസാന്തരം ഉണ്ടായി. അവൻ ഏറ്റു പറഞ്ഞു, അവൻ മടങ്ങി വന്നു. അപ്പം നമ്മൾ അവിടം കൊണ്ട് ഉപമ അവിടം കൊണ്ട് അവസാനിപ്പിക്കുക. കർത്താവ് അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ മെസ്സേജ് അതിന് ശേഷമുള്ളതാ. ഒരു മൂത്തപുത്രൻ, അവൻ എവിടെയാ? അവൻ വെളിയിലല്ല, അവൻ അകത്താ. അവൻ എവിടെയാ? അവൻ അപ്പനിൽ നിന്ന് ദൂരെയല്ല, അവൻ അപ്പൻ്റെ അടുത്താ. അവൻ എവിടെയാ? അവൻ അപ്പൻ്റെ വയലിൽ അധ്വാനിക്കാനായിട്ട് പോയിരിക്കുക. അവൻ എവിടെയാ? അവൻ കഠിനാധ്വാനം ചെയ്യുക. അവനെ നാം കാണുന്നത് വയലിൽ നിന്ന് വരുന്നവനായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവനെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അവൻ വയലിൽ നിന്ന് വരുന്നു. എന്നിട്ട് അവൻ പറയുക, നിന്റെ കൽപ്പനകളൊന്നും ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ കോപിച്ച് വെളിയിൽ നിൽക്കുക. അവൻ്റെ പ്രശ്നം എന്താ? അവൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ മുടിയൻ പുത്രൻ ഇളയവനല്ല. യഥാർത്ഥത്തിൽ മുടിയൻ പുത്രൻ മൂത്തവനാ. അങ്ങനെയുള്ള ഒരുത്തന് മാനസാന്തരപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ എപ്പോഴും തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഐ ആം ബെറ്റർ ദാൻ ഹിം. അവനാ വേശ്യമാരുടെ കൂടെ പോയത്. ഐ ആം ബെറ്റർ ദാൻ ഹിം. നിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? നിന്റെ അപ്പൻ സന്തോഷിക്കുന്നതിൽ നിനക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. നീ അപ്പൻ്റെ കൂടെയാ, പക്ഷെ നീ അപ്പൻ്റെ കൂടെ അല്ല. നീ വീട്ടിനകത്താ, പക്ഷെ നീ വാസ്തവത്തിൽ വീട്ടിന് വെളിയിലാ. അപ്പൻ്റെ ആത്മാവും നിന്റെ ആത്മാവും ഒന്നല്ല. നീ അധ്വാനിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ വല്ലതും കിട്ടുമെന്ന് വെച്ചാൽ അധ്വാനിക്കുന്നത്. നീ അപ്പനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല അധ്വാനിക്കുന്നത്. എനിക്കൊരു ആട്ടിൻകൂട്ടെ നീ തന്നിട്ടില്ല, അതാ അവൻ്റെ കംപ്ലൈൻറ്റ്. എൻ്റെ സ്നേഹിതന്മാരോട് കൂടെ ആനന്ദിക്കേണ്ടതിന്. ഇപ്പം നിനക്ക് ഇവിടെ ആനന്ദമില്ലേ? നിന്നെപ്പോലെ തന്നെയായിരുന്നു അവനും. അവൻ ഇവിടെ ആനന്ദമില്ലായിരുന്നു, അവൻ വെളിയിൽ പോയി. നീ അവനും തമ്മിലുള്ള വ്യത്യാസം, അവൻ വെളിയിൽ മുടിഞ്ഞു പോയി, നീ അകത്ത് മുടിഞ്ഞു പോയി. നീ അകത്താ. നീ ആക്റ്റീവാണോ? നീ ആക്റ്റീവാ. നീ എല്ലാം ചെയ്യുന്നുണ്ടോ? നീ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ ഹൃദയവും നിന്റെ അപ്പൻ്റെ ഹൃദയവും ഒന്നല്ല. നിന്നെ കാണുന്നവർ പറയും, ഇവനെ നോക്ക്, എല്ലാ ദിവസവും വയലിൽ പോയി അധ്വാനിക്കുന്നവൻ, മൂത്തപുത്രൻ, എത്ര നല്ലവൻ, വേറൊരുത്തം പോയി നശിപ്പിച്ച് എല്ലാം. നാട്ടുകാരങ്ങനെ പറയത്തുള്ളൂ, പക്ഷെ ദൈവം അങ്ങനെ പറയത്തില്ല. ദൈവം പറയും, നിന്റെ നില വളരെ പരിതാപകരമാണ്. കാരണം നിനക്കൊരിക്കലും മാനസാന്തരം ഉണ്ടാകുകയില്ല. കാരണം നീ എപ്പോഴും നിന്നെക്കുറിച്ച് ധരിക്കുന്നത് ഞാൻ നല്ലവൻ. നമുക്ക് ഏറ്റവും ഒടുവിൽ മാനസാന്തരം ഉണ്ടായത് എന്നാ? ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചതെന്നാ? ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ വ്യക്തിപരമായ പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയതെന്നാ? ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയതെന്നാ? ഏറ്റവും ഒടുവിൽ പാപബോധമുണ്ടായിട്ട് നമ്മുടെ കണ്ണിൽ കണ്ണുനീരുകൾ വന്നത് എന്നാ? എങ്ങനെ വരും? നമ്മുടേന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളെ ഉദ്ദേശിച്ച് മാത്രമല്ല, ഇന്നത്തെ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്.
ഐ ആം ഗുഡ്, ഐ ആം റൈറ്റ്. അതാ ഞാൻ എനിക്ക് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക. സെൽഫ് സർട്ടിഫൈഡ്. ഐ ആം ഗുഡ്, ഐ ആം റൈറ്റ്. പിന്നെ ഇവിടെ മാനസാന്തരം വരും. ചിലപ്പോൾ നമ്മൾ ഈ മുടിയൻ പുത്രൻ്റെ ആ ഉപമ എന്ന് പറയുന്ന ഉപമ പിന്മാറ്റക്കാരെ കുറിച്ചും ചിന്തിക്കാറുണ്ട്. ഒരുത്തൻ പിന്മാറിപ്പോയി, സഭയിൽ നിന്നൊക്കെ വെളിയിൽ പോയി. പക്ഷെ വേറൊരുത്തൻ പിന്മാറിപ്പോയത് വെളിയിലല്ല, അവൻ സഭയ്ക്കകത്ത് പിന്മാറ്റക്കാരനാ. അവൻ സഭയ്ക്കകത്ത് പിന്മാറ്റക്കാരനാ. അവൻ സഭയിലുണ്ടെന്നേ ഉള്ളൂ, പിതാവുമായിട്ട് അവൻ ഒരു ബന്ധവും ഇല്ല. പിതാവിൻ്റെ ഹൃദയം ഇവിടെ, ഇവൻ്റെ ഹൃദയം ഇവിടെ. രണ്ട് ധ്രുവങ്ങളിലാ ഹൃദയങ്ങൾ. ഇതിന് സാധ്യതയുണ്ടോ? ഇതിന് സാധ്യതയുണ്ട്. പത്രോസ് പറയുന്നത് അവൻ വരുമ്പോൾ നിങ്ങളെ നിഷ്കളങ്കരായിട്ട് കാണാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദീർഘക്ഷമ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവൻ നിങ്ങൾക്ക് പിന്നെ സമയം തരിക, എക്സ്റ്റെൻഡ് ചെയ്ത് തരിക, സമയം നീട്ടിത്തരികയാ. സഹോദര സഹോദരി, ഇന്നലെ രാത്രി നമ്മൾ മരിക്കാഞ്ഞത് എന്തുകൊണ്ടാ? ഇന്നലെ രാത്രി നമ്മൾ മരിക്കാഞ്ഞത് എന്തുകൊണ്ടാ? ഒരു ദിവസം കൂടെ നീട്ടി തന്നതാ. മാനസാന്തരപ്പെടാൻ വിശ്വാസികൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. ഒളിഞ്ഞിരിക്കുന്ന എത്രയോ പാപങ്ങളുണ്ട്. എത്രയോ വിശ്വാസികളുമായിട്ട് കയ്പ് ഉണ്ട്. നമുക്ക് ഹൃദയങ്ങളിൽ കയ്പ് സൂക്ഷിക്കുന്നു. വിദ്വേഷം, താലോലിക്കുന്ന പാപങ്ങൾ, ഉള്ളിൻ്റെ അറകളിൽ ഒളിച്ചിരിക്കുന്ന പാപങ്ങൾ, ആർക്കും കാണാൻ വയ്യാത്ത രഹസ്യ പാപങ്ങൾ. അവൻ നമുക്ക് ഒരു ദിവസം കൂടെ തന്നത് മാനസാന്തരപ്പെടാനാ. കാരണം അവൻ ആഗ്രഹിക്കുന്നത് അവൻ വരുമ്പോൾ നിങ്ങളെ കളങ്കമില്ലാത്തവരായിട്ട് കാണണം. അവൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. ബി ബ്ലെയിംലെസ്. ആ ഒരു സെൻസിറ്റിവിറ്റി കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ തരട്ടെ. പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, ഒരു വേദന. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് വൺസ് ഫോർ ഓൾ ഒരു കാര്യമല്ല. രക്ഷിക്കപ്പെട്ട സമയത്ത് റിപ്പൻറ്റ് ചെയ്തോ? തീർച്ചയായിട്ടും ചെയ്തു. പക്ഷെ അതൊരു ബിഗിനിങ് മാത്രമായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ ബിഗിനിങ് ഓഫ് റിപ്പൻറ്റൻസ്. യു കീപ്പ് ഓൺ റിപ്പൻറ്റിങ്. മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിപ്പിൻ. പാപബോധം, കുറ്റബോധം, ദുഃഖം. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ടേണിങ് ഫ്രം സിൻ ആൻഡ് ടേണിങ് ടു ഗോഡ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയുക. അത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്നതല്ല. അത് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇത് തെറ്റാ കേട്ടോ, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാ കേട്ടോ, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുക. മകനെ, മകളെ, ഇത് തെറ്റാ കേട്ടോ. തെറ്റാണെന്ന് അവൻ പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്? ടേൺ ഫ്രം ദാറ്റ് സിൻ, ടേൺ ടു ഗോഡ്. എല്ലാ ദിവസവും റിപ്പൻറ്റൻസ് നടക്കുക. അതാ നടക്കേണ്ടത്. ബി ബ്ലെയിംലെസ്. യോബ് ബ്ലെയിംലെസ് ആയിരുന്നു. നമുക്ക് ഈ റിപ്പൻറ്റൻസിൻ്റെ ഒരു നല്ല ചിത്രം പുതിയ നിയമത്തിൽ നിശ്ചയമായിട്ടും മുടിയൻ പുത്രൻ്റെ ആ കഥ, അല്ലെങ്കിൽ രണ്ട് പുത്രന്മാരുടെ കഥ, കർത്താവ് പറഞ്ഞ ഒരു ഉപമ, അത് നല്ലൊരു ചിത്രമാണ്. പക്ഷേ പഴയ നിയമത്തിൽ ദാവീദിൻ്റെ നല്ലൊരു ചിത്രം കാണാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ഒരു മാനസാന്തരത്തിൻ്റെ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. നാം എത്രയോ പ്രാവശ്യം ആ സങ്കീർത്തനം വായിച്ചതാ. ധാരാളം കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിൽ ഉണ്ടെങ്കിലും ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കും. പാടിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തോട് പാപം ചെയ്യുന്നു. യോവാബിനെ കൊണ്ട് നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കൊല്ലിച്ചു. യോവാബിനോട് പാപം ചെയ്യുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി ദാവീദ് പറയുക, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു.
നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു. കർത്താവേ, നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു. ആ തിരിച്ചറിവ് ഹൃദയത്തകർച്ചയിലേക്ക് ദാവീദിനെ നടത്തി. അതാണ് അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് 17-ാം വാക്യം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ആ ഹൃദയ തകർച്ചയിലേക്ക് ഈ പാപബോധ്യം ദാവീദിനെ നടത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർക്കപ്പെട്ടു. ആരാ ഇദ്ദേഹം? ദൈവത്തിൻ്റെ എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് ദൈവം പറഞ്ഞ മനുഷ്യനാ. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ വചനമൊക്കെയും അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ, ഇസ്രായേലിൻ്റെ മധുരഗായകൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിച്ചവൻ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് ക്രൂശിൽ വിളിച്ചു പറഞ്ഞ ആ വാക്യം പ്രവചനത്തിൻ്റെ ആത്മാവിൽ നേരത്തെ തന്നെ മുമ്പ് കൂട്ടി എഴുതി വച്ചവൻ. അവൻ്റെ ജഡം ദ്രവത്വം കാണുകയില്ല എന്ന് ദൈവം ആരിലൂടെ പ്രവചിച്ചുവോ ആ മനുഷ്യൻ സാധാരണക്കാരനായിരുന്നില്ല. പക്ഷെ ഹൃദയം തകർന്നുപോയി. ഈ നാഥാൻ വരുമ്പോൾ ഇദ്ദേഹം രാജാവാ എന്ന് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ സൈന്യങ്ങൾ വന്നിട്ട് നാഥാനെ തൂക്കിയെടുത്തോണ്ട് പോകും. ഇവനെ തട്ടിയേക്കാൻ പറഞ്ഞാൽ അത് മതി. ഇവനെ തട്ടിയേക്കാൻ പറഞ്ഞാൽ ആ നിമിഷത്തിൽ നാഥാൻ കൊല്ലപ്പെടും. അങ്ങനെയല്ലേ യോബിനോട് പറഞ്ഞു, യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇവനെ ഊരിയാവനെ നിർത്തണമെന്ന് പറഞ്ഞു. യോബിന് തിരിച്ചു ചോദിക്കാനൊന്നുമില്ല. യജമാനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? അവൻ വെട്ടേറ്റ് എന്തുകൊണ്ട് മരിക്കണം? യോവാബിന് തിരിച്ചു ചോദിക്കാൻ പറ്റുകയില്ല. കാരണം രാജാവ് കൽപ്പിച്ചിരിക്കുന്നത്. രാജാവ് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തേ പറ്റൂ. രാജാവ് കൽപ്പിച്ചാൽ അകമ്പടി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. നാഥാനെ ആ നിമിഷം തന്നെ ശിരച്ഛേദം ചെയ്യാനായിട്ട് കെൽപ്പുള്ളവർ, അധികാരമുള്ള മനുഷ്യനാണ് രാജാവ്. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. ഹൃദയം പൊട്ടിപ്പോയി. പശ്ചാത്താപം. ഞാൻ ദാവീദിൻ്റെ മക്കളെക്കുറിച്ച് വായിക്കുമ്പോൾ ദാവീദിൻ്റെ മക്കളിൽ ഒരു മകന് ദാവീദ് നാഥാൻ എന്ന് പേരിട്ടു. കാരണം നാഥാനോട് ദാവീദിന് വലിയ കടപ്പാടുണ്ട്. ആ ദൈവദാസനെ ദാവീദിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ പാപിയാണെന്ന്, ഞാൻ പാപം ചെയ്തുവെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ദൈവദാസൻ. നമുക്കത് പറ്റുകയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവനെ ഒടുക്കാനായിട്ട് നാം ശ്രമിക്കും. അവനെ തകർക്കാൻ ശ്രമിക്കും. നമ്മുടെ ഹൃദയമല്ല തകർക്കപ്പെടുന്നത്, അവനെ തകർക്കണം. ദാവീദ് ചെയ്തില്ല. അങ്ങനെ ഹൃദയം തകർന്നു, മടങ്ങി വന്നു, പശ്ചാത്താപമുണ്ടായി, അനുതപിച്ചു, ഏറ്റുപറഞ്ഞു. ഈ 32-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചയമുള്ളൊരു സങ്കീർത്തനമാണ്. ഞാൻ അവിടെ ഒരു വാക്കൊന്ന് പറയട്ടെ. ഇതിൻ്റെ പശ്ചാത്തലം എഴുതിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ഏറെക്കുറെ 51-ാം സങ്കീർത്തനത്തിന് തന്നെ പശ്ചാത്തലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവിടെ ഒരു വാക്യം മാത്രം ഞാനൊന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം നോക്കാം. 32-ന്റെ 5. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. എങ്ങനെ അറിയിച്ചു? നമ്മളെങ്ങനെ പാപം ദൈവത്തോട് അറിയിക്കുന്നത്? നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനോട് പറയും, കർത്താവേ ഇന്ന് പകലിൽ സംഭവിച്ച പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ. അതല്ല ഇതിൻ്റെ ആശയം. കർത്താവേ ഇന്ന് വന്ന കുറ്റങ്ങളൊക്കെ പൊറുക്കണമേ. അതല്ല ഇതിൻ്റെ ആശയം.
എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ എന്നാ 1 യോഹന്നാൻ 1:9 പറയുന്നത്. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ പണ്ട് ഏറ്റുപറച്ചിലുണ്ടായിരുന്നു. ഏറ്റുപറച്ചിൽ മൈക്കും സിസ്റ്റവും ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടം. തെരുവിൽ നിന്ന് സുവിശേഷം വിളിച്ചു പറഞ്ഞ ഒരു കാലഘട്ടം. ഒരാൾ മലയാളത്തിൽ പ്രസംഗിക്കും, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ ഏറ്റുപറയും. ഏറ്റുപറയുന്നതിൻ്റെ അന്ന് ഒരുപക്ഷെ ഏറ്റുപറയുന്നതിൻ്റെ ഒരു കാരണം, ഈ പറയുന്ന ആൾ ശബ്ദക്കുറവുള്ള ആളാണെങ്കിൽ ഏറ്റുപറയുന്ന ആളിൻ്റെ ശബ്ദം കുറച്ചുകൂടെ വലിയ ശബ്ദമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് കേൾക്കാൻ പറ്റും ഏറ്റുപറച്ചിൽ. രണ്ടാമതൊരു കാരണം, ഈ പ്രസംഗിക്കുന്ന ആൾ ഇന്ന് കുറച്ചൊരു എന്താ പറയുന്നത്, കുറച്ചൊരു അല്പം റിലീഫ് കിട്ടും അല്ലേ? കാരണം ഇത് ഭയങ്കര ശബ്ദത്തിൽ പറയുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്ത് പറഞ്ഞുവോ അത് അതുപോലെ പറയുക. അതാ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ. ഈ വ്യക്തി എന്ത് പറഞ്ഞുവോ അത് അതുപോലെ പറയുക എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം അതുപോലെ പറയുക. അത് ഏറ്റുപറച്ചിൽ. ഒന്നും കൂട്ടാനും പാടില്ല, ഒന്നും കുറയ്ക്കാനും പാടില്ല. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും. ഞാനിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ദാവീദ് അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അന്ന് ആ പകലിൽ ഞാൻ എൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ സ്ത്രീയെ കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ ആളയച്ച് അവളെ വരുത്തി, ഞാൻ അവളോട് വ്യഭിചാരം ചെയ്തു, ഞാൻ അവളുടെ ഭർത്താവിനെ കൊന്നു, ഞാൻ വ്യാജം അഭിനയിച്ചു. അതാ ഏറ്റുപറയുക. ഞാൻ പറഞ്ഞു ദൈവത്തോട്, ഞാൻ ഏറ്റുപറഞ്ഞു. ഇന്ന് വന്ന പാപങ്ങളെല്ലാം ക്ഷമിക്കണമെന്നല്ല പറഞ്ഞത്. നെയിം യുവർ സിൻ, നെയിം യുവർ സിൻ. അത് എളുപ്പമല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പറയാനും ബുദ്ധിമുട്ടാണ്. ആരും കേൾക്കണ്ട, ഒറ്റയ്ക്കിരിക്കുക. വായ കൊണ്ട് പറയാതെ മനസ്സുകൊണ്ട് പറയാനും ബുദ്ധിമുട്ടാണ്. ദൈവമേ, ഇന്ന് ഞാൻ അരുതാത്ത വാക്ക് ഇങ്ങനെ സംസാരിച്ചു, അരുതാത്ത കാര്യം ഞാൻ കണ്ടു, അരുതാത്ത കാര്യം ഞാൻ കേട്ടു. എളുപ്പമല്ല, പക്ഷെ അത് ചെയ്തേ പറ്റൂ. അത് ചെയ്തേ പറ്റൂ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയും. ഇവിടെ ഒരു ചെറിയ വാക്ക് 5-ാം വാക്യത്തിൽ എൻ്റെ പാപം, എൻ്റെ പാപം, എൻ്റെ ലംഘനം. പിന്നെ മൂന്നാമത്തെ ലൈനിൽ എൻ്റെ പാപം, മൈ സിൻ, മൈ സിൻ, എൻ്റെ പാപം. എൻ്റെ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു സത്യം പറയട്ടെ. നമുക്കെല്ലാവർക്കും എൻ്റെ പാപം എന്ന് പറഞ്ഞൊരു പാപമുണ്ട്. അതിങ്ങനെ ഇല്ലെന്ന് ആരും പറയരുത്. നമുക്കെല്ലാവർക്കും എൻ്റെ പാപം എന്ന് പറഞ്ഞൊരു പാപമുണ്ട്. അതേത് പാപമാ? ഒരെണ്ണം അല്ലായിരിക്കാം. എൻ്റെ പാപം എന്ന് പറയാൻ ഒരുപക്ഷെ പല പാപങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അത് എൻ്റെ പാപമാ, എൻ്റെ പാപം. ഞാൻ കൂടെ വീഴാനായിട്ട് എനിക്ക് പ്രലോഭനമുണ്ടാകുന്ന ഒരു പാപം, കൂടെ വീഴാൻ സാധ്യതയുള്ളൊരു പാപം, പല പ്രാവശ്യം വീണ ഒരു പാപം, അതെൻ്റെ പാപമാണ്. നിങ്ങളുടെ പാപം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതെൻ്റെ പാപമാണ്. എൻ്റെ പാപം എന്താണെന്ന് എല്ലാവരും അറിയണം. മൈ സിൻ, വാട്ട് ഈസ് മൈ സിൻ?
ഒരാളുടെ പാപം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റുണ്ട്, പാപങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള പാപങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. 1 2 3 4 ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, അത് ലിസ്റ്റ് ഉണ്ടാക്കി ആരെയും കാണിക്കൊന്നും വേണ്ട, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, നമുക്ക് നമ്മെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ. ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന നമ്പർ 1 2 3 4 5 പാപങ്ങൾ എന്തൊക്കെയാ? അതെൻ്റെ പാപമാണ്. അത് നിങ്ങളുടെ പാപമായിരിക്കണം നിർബന്ധമില്ല, അതെൻ്റെ പാപമാണ്. സഹോദര സഹോദരി, എൻ്റെ പാപം എന്താണെന്ന് എല്ലാവരും അറിയണം. എനിക്കങ്ങനെ പാപങ്ങളൊന്നും ഇല്ലെന്ന് ആരും പറയരുത്. ഉണ്ട്, കൂടെ കൂടെ വീണുപോകുന്ന പാപങ്ങൾ, കൂടെ കൂടെ പ്രലോഭനങ്ങൾ മുമ്പിൽ വരുന്ന പാപങ്ങൾ, കൂടെ കൂടെ സമ്മർദ്ദത്തിലാക്കുന്ന പാപങ്ങൾ. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, നിന്റെ വലത് കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താ? നിന്റെ ജീവിതത്തിൽ ഈ വലത് കണ്ണ് പോലെയുള്ള ചില പാപങ്ങളുണ്ട്. വലത് കൈ ഈ വലത് കണ്ണ് വലത് കൈ എന്നൊക്കെ പറയുന്നത് ഒരു മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്ന വാക്കുകൾ, അല്ലാതെ കണ്ണ് പിഴുതു കളയണമെന്നൊന്നും അല്ല അതിൻ്റെ ആശയം. കൈ വെട്ടിക്കളയണമെന്നല്ല അതിൻ്റെ ആശയം. അതിൻ്റെ ആശയം നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില പാപങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ നിന്ന് ഈ സംസാരിക്കുമ്പോൾ ഈ കൈ അനങ്ങുന്നത് ഞാൻ അറിയാതെയാണ്. എൻ്റെ കൈ ഇങ്ങനെ ആക്കണമെന്ന് ഞാനിങ്ങനെ തീരുമാനിച്ച് ചെയ്യുന്നൊന്നും അല്ല, അത് അങ്ങനെ ആയിപ്പോകുന്നതാണ്, ഓട്ടോമാറ്റിക്കലി സംഭവിക്കാതെ. അത് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് പ്രസംഗിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴും നമ്മുടെ കൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അത് നമ്മൾ മനഃപൂർവ്വം സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നതൊന്നുമല്ല, അത് തന്നെത്താനെ ആകുന്നതാണ്. കണ്ണ് ഇവിടെ ഇരുന്ന് വന്നു കഴിഞ്ഞ് എത്ര പ്രാവശ്യം നമ്മുടെ കണ്ണടഞ്ഞു ഇങ്ങനെ, അല്ലേ? നമ്മളാരും ബലം പ്രയോഗിച്ച് ചെയ്യുന്നതാണോ അത്? അല്ല, അത് ഒരു ബലപ്രയോഗവും വേണ്ട, ഒരു സ്ട്രെയിനും വേണ്ട. 1000 പ്രാവശ്യം കണ്ണടച്ചാലും നമ്മൾ ക്ഷീണിക്കുകയില്ല. കാരണം അത് അത്രമാത്രം അനായാസമാണ്. അങ്ങനെയുള്ള പാപങ്ങൾ, വലത് കണ്ണ് പോലുള്ള പാപങ്ങൾ, വലത് കൈ പോലുള്ള പാപങ്ങൾ, നിനക്ക് അനായാസം ചെയ്യാൻ സാധിക്കുന്ന പാപങ്ങൾ, ഒരു പ്രയത്നവും കൂടാതെ ചെയ്യാൻ സാധിക്കുന്ന പാപങ്ങൾ. എൻ്റെ പാപം, സഹോദരന്മാരെ സഹോദരിമാരെ, എൻ്റെ പാപം. ഇത് ഈ ദാവീദിൻ്റെ അനുഭവം വളരെ ഒരു യുണീക്കായിട്ടുള്ള അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ നാം എത്രയോ കാര്യങ്ങൾ അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഈ മനുഷ്യൻ്റെ പശ്ചാത്താപം, മാനസാന്തരം. അദ്ദേഹം ബ്ലെയിംലെസ് ആയിരുന്നു, നിഷ്കളങ്കൻ. കർത്താവായ യേശുക്രിസ്തു അവിടെ മാളികമുറിയിൽ യോഹന്നാൻ 13 അതിനുശേഷം ഗത്സമനയിലേക്ക് പോവുകയാണ്. മാളികമുറിയിൽ ചെന്ന് ശിഷ്യന്മാരെല്ലാം അവിടെ ഉണ്ട്. പെസഹായുടെ അത്താഴം കഴിക്കുന്നു. അതിനുശേഷം തിരുവത്താഴം സ്ഥാപിക്കപ്പെടുന്നു. അതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന ശുശ്രൂഷ. കർത്താവ് താൻ തന്നെ അത് ചെയ്യുന്നു. ആ ശുശ്രൂഷ കർത്താവ് ആരെ ഏൽപ്പിച്ചില്ല. പത്രോസിനോട് പറഞ്ഞില്ല, പത്രോസെ ഒരു ബേസിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ എല്ലാവരുടെയും കാലൊന്ന് കഴുകാൻ പത്രോസിനോട് പറഞ്ഞില്ല. തിരുവത്താഴം കൊടുത്തപ്പോഴും ആരെക്കൊണ്ടും ചെയ്യിച്ചില്ല, തന്നെത്താൻ ചെയ്തു. താൻ ഈ പുറത്തുണ്ടായിരുന്ന ഓവർകോട്ട് മാറ്റി വെച്ചു, അരയിൽ ചുറ്റി, തുവാലയെടുത്തു, ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു, ഓരോ ശിഷ്യൻ്റെയും കാൽ കഴുകി. എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എല്ലാ ശിഷ്യന്മാരുടെയും മുമ്പിൽ പോയി കർത്താവ് കുനിഞ്ഞു, അല്ലേ? കുനിയാതെ കാലിൽ വെള്ളമൊഴിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. വെള്ളമൊഴിച്ചു എന്ന് എഴുതിയാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, കാരണം ഒരു മഗ്ഗിനകത്തെടുത്ത് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. അവൻ ശിഷ്യന്മാരുടെ കാൽ കഴുകി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി, അവൻ അവരുടെ മുമ്പിൽ കുനിഞ്ഞു, ഓരോ ശിഷ്യൻ്റെയും കാൽ തൻ്റെ കയ്യിലെടുത്തു, ആ കാലിലേക്ക് വെള്ളമൊഴിച്ചു,
ആ കാല് നന്നായിട്ട് കഴുകി. പത്രോസിൻ്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാൽ കഴുകുകയല്ലെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കാൽ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പിന്നെ ആ സംഭാഷണം നമുക്കറിയാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാൽ മാത്രമല്ല, എൻ്റെ ശരീരം ദേഹം മുഴുവൻ. കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, പക്ഷേ കാൽ കഴുകണം. കാൽ കഴുകണം. കുളിച്ചവരാ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അല്ല താനും എന്ന് പറഞ്ഞു. അത് ഈ പിന്നെ യൂദയെക്കുറിച്ചാണ് പറഞ്ഞെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം, ഈ കാൽ കഴുകൽ ആവശ്യമാണ്. നമ്മൾ കുളിച്ചു കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങി നമ്മളാരും ചെളിയിൽ ചവിട്ടണമെന്ന് മനസ്സോടെ ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾ ഹൃദയം കൊണ്ട് അങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല, ചെളിയിൽ ചവിട്ടണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചവിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കാലിൽ ചെളി വരും. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷേ നമ്മുടെ കാലിൽ ചെളി വരും. അതുകൊണ്ട് കാൽ കഴുകണം. ഇത് പ്രതിദിന അനുദിന ജീവിതത്തിലുള്ള ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണം സംഭവിക്കുന്നത് പശ്ചാത്താപത്തിലൂടെയും ഏറ്റുപറച്ചിലൂടെയുമാണ്. അങ്ങനെയാണ് ഒരാൾ ബ്ലെയിംലെസ് ആകുന്നത്, നിഷ്കളങ്കൻ, ബ്ലെയിംലെസ്, ആരോപണരഹിതൻ. ചോദിക്കും 100% പറ്റുമോ? ഒരുപക്ഷെ 100% സാധിക്കില്ല. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും നമുക്ക് പോലും അറിയില്ല. നമ്മൾ പാപമാണെന്ന് തിരിച്ചറിയാതെ ചെയ്യുന്ന എത്രയോ പാപങ്ങളുണ്ട്, നമുക്കറിയില്ല. അറിയാൻ വയ്യാത്ത പാപങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചിട്ട് കാര്യമില്ല, നമുക്കറിയില്ല, പിന്നെ അങ്ങനെ അതിനെക്കുറിച്ച് അനുദപിക്കും. പക്ഷേ പാപമാണെന്ന് അറിയാവുന്ന പാപങ്ങൾ, പാപമാണെന്ന് ദൈവവചനം പറയുന്ന പാപങ്ങൾ, പാപമാണെന്ന് എനിക്ക് ബോധ്യമുള്ള പാപങ്ങൾ, ആ പാപങ്ങളെക്കുറിച്ച് നാം ഒരു നടപടി എടുക്കണ്ടേ? ഇത് പാപമാണെന്ന് എനിക്കറിയാം. ഇത് പണ്ട് അബ്രഹാമും സാറായും ഒക്കെ ഗെറാറിലേക്ക് പോയപ്പോൾ ഈ അബീമേലേക്ക് അവിടുത്തെ രാജാവ് സാറായെ വിളിച്ചു വരുത്തി. കാരണം സാറാ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അബ്രഹാമും സാറായും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ എൻ്റെ പെങ്ങളാണെന്ന് നീ പറഞ്ഞോണം, ഞാൻ നിൻ്റെ ആങ്ങളെയാണെന്നും പറഞ്ഞോളാം. അപ്പം സാറായും സമ്മതിച്ചു. രണ്ടുപേരും പോയി. അവിടെ ചെന്ന് തങ്ങളെ തന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അബ്രഹാം, ഇത് എൻ്റെ പെങ്ങൾ സാറ. പെങ്ങളാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അപ്പം അബീമേലെക്ക് ആ കാര്യം അറിഞ്ഞു, ഇവിടെ ഒരു ആങ്ങളെയും പെങ്ങളും വന്നിരിക്കുന്നു, പെങ്ങൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. പെങ്ങളാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ തടസ്സമൊന്നുമില്ലല്ലോ. അദ്ദേഹം ആളയച്ച് പെങ്ങളെ അങ്ങ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. പക്ഷേ നാം വായിക്കുന്നത് ദൈവം ഈ സാറയെ തൊടാനായിട്ട് അബീമേലെക്കിനെ അനുവദിച്ചില്ല. എന്നാൽ അന്ന് രാത്രി ഈ അബീമേലെക്കിനൊരു ദർശനമുണ്ടായി. അബീമേലെക്കേ, നീ കൊണ്ടുവന്നിരിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അതൊരുത്തൻ്റെ ഭാര്യയാണ്. അപ്പോൾ അബീമേലെക്ക് പറഞ്ഞു, ദൈവമേ, ഞാനീ ചെയ്തത് ഹൃദയപരമാർത്ഥതയോടുകൂടിയാ. ഈ സ്ത്രീ ഒരുത്തൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. കാരണം അവർ പറഞ്ഞത് ആങ്ങളെയും പെങ്ങളുമാണെന്നാ, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇപ്പം മനസ്സിലായല്ലോ പെങ്ങളല്ലെന്ന്, ഇപ്പം മനസ്സിലായല്ലോ ഭാര്യയാണെന്ന്. ഇപ്പോൾ ഉടനെ അവളെ തിരിച്ചയച്ചോണം, അല്ലെങ്കിൽ നീയും നിൻ്റെ കുടുംബവും മരിക്കും. തിരിച്ചറിയാതെ സംഭവിച്ചല്ലോ, എനിക്കും അറിയാം തിരിച്ചറിയാതെയാണ് സംഭവിച്ചെന്ന്. എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കും അറിയാം. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കരുത്. സഹോദര സഹോദരി, അറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കരുത്. ഉടനെ തിരിഞ്ഞോണം. അവിടുന്ന് ഉടനെ തിരിയണം. ടേൺ. നിയമം വായിക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, റിട്ടേൺ അൺടു മീ, എങ്കിലേക്ക് മടങ്ങി വരുവിൻ. അതാ റിപ്പൻഡൻസിന് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്കാണത്. മാനസാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ മടങ്ങി വരുവിൻ.
മടങ്ങി വരുവിൻ, എങ്കിലേക്ക് മടങ്ങി വരുവിൻ. നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിഞ്ഞോണം. അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയാനിടയാകുന്ന പാപങ്ങൾ ഒരുപക്ഷെ വളരെ കുറവായിരിക്കാം. നമ്മൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടുമല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ്, അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. അനുസരിക്കാൻ മനസ്സില്ല, അതുകൊണ്ടാണ്. ഞാനിത് ഇവിടെ കൂടിയിരിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഇതൊരു പൊതുവായിട്ടുള്ള സത്യമാണ്. പൊതുവായിട്ടുള്ള സത്യം. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു. നമുക്കങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും കർത്താവ് തരട്ടെ. അങ്ങനൊരു ആഗ്രഹം, കർത്താവെ അങ്ങ് വരുമ്പോൾ നിഷ്കളങ്കനായിട്ട് കാണപ്പെടാൻ എനിക്കിടയാകണം. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. അങ്ങയുടെ അംഗീകാരം ലഭിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണം. എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് പേരും പെരുമയും വേണ്ട. അങ്ങ് വരുമ്പോൾ വെൽ ഡൺ, വെൽ ഡൺ, അങ്ങനൊരു വാക്ക്, അങ്ങനൊരു അപ്രീസിയേഷൻ അങ്ങ് മാത്രം തന്നാൽ മതി. ലോകത്തിൽ ഒരു മനുഷ്യനും എന്നോട് അങ്ങനെ പറയണ്ട, അങ്ങ് മാത്രം തന്നാൽ മതി. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി താഴ്ത്തുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നിഷ്കളങ്കനായിട്ട് ജീവിക്കാൻ, കുറ്റാരോപിതനല്ലാത്തവനായിട്ട് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹം, പ്രാർത്ഥന, ഒരു സെൻസിറ്റിവിറ്റി കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ തരട്ടെ. ദൈവം വെച്ചാൽ മറ്റു ചില കാര്യങ്ങൾ നാളത്തെ സമയത്ത് നമുക്ക് ചിന്തിക്കാം. ഈ ചെറിയ ആലോചനകളും എനിക്കും നമുക്കെല്ലാവർക്കും ഒരുപോലെ തന്നെത്താനെ ശോധന ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും മുഖാന്തരമാക്കി കർത്താവ് തീർക്കട്ടെ. അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാസനിൽ കൂടി നമുക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം തീർച്ചയായിട്ടും പാലിക്കേണ്ടതായിട്ടുള്ള അനേക കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനിടയായി കർത്തദാസനിൽ കൂടി. അങ്ങനെ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ആളുകളിലൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ നമുക്ക് ദൈവം അനുവദിച്ചാൽ രാവിലെ കടന്നു വരാം, തുടർന്നുള്ള പഠനങ്ങൾ നടത്താം. ദൈവം അതിന് സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ സഹോദരൻ സാം വർഗീസ് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് എളിയവരായി ഞങ്ങൾക്ക് കൂടി വരാനിടയായി. അത് അവിടുത്തെ വലിയ കരുണയാണ്. അതോർത്ത് സ്തോത്രം. ഞങ്ങൾ ഓർത്ത പോലെ ലോകത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മലയാളികൾ ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. എന്നാൽ ഞങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ ഒരു വലിയ വിരുന്ന് ഇന്ന് പകൽക്കാലം ഈ സമയത്ത് അവിടുന്ന് നൽകിയതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനിടയായി തീർന്നു. പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേട്ടതുപോലെ അത് ഞങ്ങളിൽ ക്രിയ ചെയ്യുവാനും ഞങ്ങളിൽ ഓരോരുത്തരിലും കർത്താവെ അതിൻ്റെ ആ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തത് വിശുദ്ധരും നിഷ്കളങ്കരുമായി അവിടുത്തെ സന്നിധിയിൽ നിൽക്കേണ്ടതിനാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ ദിവസ ജീവിതത്തിലും ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വരവിന് വേണ്ടി അങ്ങനെ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടുത്തെ ദാസന് വചനം കൊടുത്തതുകൊണ്ടും ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതുകൊണ്ടും സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ശുശ്രൂഷകളെ തുടർന്ന് അനുഗ്രഹിക്കണം. ഇന്ന് കടന്നു വന്ന അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. നാളെ ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ